ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായി കാനഡയെ നയിക്കാനെത്തുന്നത് മാർക്ക് കാർണി. ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയാണ്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലൻഡിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് കാർണിയുടെ വിജയം. ലിബറൽ പാർട്ടിയിലെ 86% പേരും കാർണിയെ ആണ് പിന്തുണച്ചത്. 1,31,674 വോട്ടുകൾ നേടി കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തിടത്തു നിന്നാണ് ഈ 59-കാരൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. നേരത്തെ അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ഗവർണറായിരുന്നു. ലിബറൽ പാർട്ടി പ്രസിഡന്റ് സജിത് മെഹ്റയാണ് കാർണിയുടെ വിജയം പ്രഖ്യാപിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ പറ്റിയ മികച്ച രാഷ്ട്രീയക്കാരനായാണ് കാർണിയെ കാനഡക്കാർ കാണുന്നത്. ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗം. കാനഡ ശക്തമാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ആരോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് മേൽ അനാവശ്യ താരിഫ് ചുമത്തിയിരിക്കുന്നു. നാം നിർമ്മിച്ചതിന് മേൽ, നാം വിൽപ്പന നടത്തുന്നതിന് മേൽ, നാം കെട്ടിപ്പടുത്ത ജീവിതത്തിന് മേൽ വിശ്വസനീയ വ്യാപാര പങ്കാളികളുമായി ഉറച്ച ബന്ധത്തിനാണ് കാനഡ ആഗ്രഹിക്കുന്നത്. ട്രംപിൻ്റെ താരിഫ് ഭീഷണികളെ നാം കണക്കിലെടുക്കുന്നില്ല. അദ്ദേഹം വിജയിക്കാൻ നമ്മൾ അനുവദിക്കില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് കാനഡയുമായി US കൈകോർക്കണം, കാർണി ചൂണ്ടിക്കാട്ടി. അതുവരെ തിരിച്ചടികൾ തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവൻ കനേഡിയൻ കുടുംബങ്ങളെയും തൊഴിലാളികളെയും ബിസിനസ്സുകളെയും ആക്രമിക്കുകയാണ്. നമുക്കവനെ വിജയിക്കാൻ അനുവദിക്കാനാവില്ല. നമുക്ക് അഭിമാനിക്കാനും കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചത്. പൊതുസമ്മതി ഇടിഞ്ഞതോടെയായിരുന്നു രാജി തീരുമാനം.